Hi friends, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെദർ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇഫ് ഉപയോഗിക്കണം. പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് മാറണം. ആസ്ക്ഡ് ആസ്ക്ഡ് അത് കഴിഞ്ഞ ശേഷം അതിനൊരു ഒബ്ജക്റ്റ് വേണം. ഇവിടെ ഇത് WH ക്വസ്റ്റ്യൻസ്. ഈ WH ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ആ WH വേർഡ് അതുവഴി കീപ്പ് ചെയ്യുക. അതാണ് ഈ രണ്ട് ഭാഗങ്ങളെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഘടകം. WH വേർഡ്, അതായത് W, വാട്ട്, വെൻ, വേർ, ഇതൊക്കെ. രണ്ടാമത്തെ ഒരു കാര്യം ഓർക്കേണ്ടത്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോം മാറ്റി സ്റ്റേറ്റ്മെൻ്റ് ആക്കണം. അതായത് സബ്ജക്റ്റ് ആദ്യം കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയിട്ട് സബ്ജക്റ്റ് എഴുതി വെർബ് എഴുതി പോകണം. മനസ്സിലായി? ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ റിപ്പോർട്ടിംഗ് വെർബ് മാറ്റണം. ചോദ്യമല്ലേ, അപ്പം ചോദിച്ചു എന്ന് പറയണം. അതായത് ആസ്ക്ഡ്. ആസ്ക്ഡിന് ശേഷം ഒരു ഓബ്ജക്റ്റ് വേണം. ആസ്ക്ഡ് ഹിം, ആസ്ക്ഡ് ഹെർ, ആസ്ക്ഡ് ദം, ആസ്ക്ഡ് ബോയ്, അങ്ങനെ എന്തെങ്കിലും. മനസ്സിലായോ? ഇനി എക്സാമ്പിൾ രണ്ട് കാര്യം ഓർക്കുക. ഒന്ന്, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട്, ക്വസ്റ്റ്യനെ മാറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, സോ here start with this one. He said, what are you doing now? He asked him what he was doing then. The statement ആയതാണ്. ടെൻസ് മാറി അകലത്തെ കാണിക്കുന്ന വാക്കുകൾ അടുപ്പത്തെ കാണിക്കുന്ന വാക്കുകളെല്ലാം അകലത്തെ കാണിക്കുന്ന വാക്കായി നൗ, ദെൻ ആയി, ടെൻസ് മാറി, പേഴ്സൺ മാറി. ഇതൊക്കെ എല്ലാത്തിനും ആപ്ലിക്കബിളാണ്. പക്ഷെ ഇവിടെ ഈ രണ്ട് സെൻറ്റൻസ് നമ്മൾ ഹി ആസ്ക്ഡ് ഹിം, ഹി വാസ് ഡൂയിങ്, അതിനെ ബന്ധിപ്പിക്കുന്നത്, കണക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. മനസ്സിലായി? അപ്പം ക്വസ്റ്റ്യൻ വേർഡ് അതുവഴി കീപ്പ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ ഫോം മാറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഹി സെഡ് ഹൗ ഹാവ് യു ഡൺ ദാറ്റ്. അത് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് ചോദിക്കുന്നത്. അപ്പം ഹി ആസ്ക്ഡ് ദം ഹൗ ദേ ഹാഡ് ഡൺ ദാറ്റ്. മൂന്നാമത്തെ, ദ ടീച്ചർ സെഡ് വൈ ആർ യു ലേറ്റ് ടുഡേ. The teacher asked them why they were late that day. ക്വസ്റ്റ്യൻ മാർക്കെല്ലാം മാറ്റണം. സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. The principal said, who are you? The principal asked them who they were. ആര് എന്നുള്ളത് they were നായി. The stranger said, how far is Trivandrum from here? The stranger asked the boy how far Trivandrum was from there. The subjects, ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വരുന്നതിനാണ് ആദ്യം വെർബ് പിന്നെ സബ്ജക്റ്റ്. സ്റ്റേറ്റ്മെൻ്റ് ആക്കുമ്പം സബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരിക, വെർബിനെ രണ്ടാമത്. ബാക്കിയുള്ള ചേഞ്ചസ് എല്ലാം നമ്മൾ എല്ലാത്തിനും ആപ്ലിക്കബിളാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് WH വേർഡ് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കാം, അല്ല റിപ്പോർട്ട് സ്പീച്ചിലാക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഓർക്കുന്നത്? രണ്ട് സ്പെഷ്യൽ കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ആ വാക്ക് അതുവഴി കീപ്പ് ചെയ്യുക, WH വേർഡ്. രണ്ടാമത്തെ ആസ്ക്ഡ് എന്നുള്ള ഉപയോഗിക്കുക. അപ്പോൾ അതിന് ശേഷം ഒരു ഓബ്ജക്റ്റ് വേണം. പിന്നെ ക്വസ്റ്റ്യൻ ഫോം ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ആക്കുക. ക്ലിയർ ആയില്ലേ? സോ ബൈ.